Assalamu alaikum, welcome back to my channel. Have you ever helped someone with a genuine heart, expecting nothing in return, only to be blamed, falsely accused, or even hated? It's one of the most painful experiences anyone can go through. You sacrifice your time, your energy, and your kindness, believing you're making a difference. But sometimes the very people you help become the ones who misunderstand you the most. In today's video, we are going to talk about the sad reality of helping the wrong people, why kindness isn't always appreciated, how false accusations can leave deep emotional scars, and most importantly, how to protect your peace without losing your good heart. If you have ever experienced betrayal after helping someone, this video is for you. Let's begin. ചിലപ്പോഴൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിച്ച ആളുകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കുന്നത്. അവർക്കായി സമയം മാറ്റിവെക്കും, സ്വന്തം സൗകര്യങ്ങൾ പോലും ത്യജിക്കും, മറ്റാരുമില്ലാത്തപ്പോൾ കൂടെ നിൽക്കും. പക്ഷേ നന്ദി എന്നൊരു വാക്കിന് പകരം കേൾക്കുന്നത് കുറ്റപ്പെടുത്തലുകളാണ്. നമ്മുടെ നല്ല മനസ്സ് കാണാതെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മളെയാണ് തെറ്റുകാരനാക്കുന്നത്. സത്യം എന്താണെന്നറിയാമോ? ചിലർക്ക് നമ്മുടെ ഉദ്ദേശം മനസ്സിലാകില്ല. അവർക്ക് സ്വന്തം നേട്ടമാണ് പ്രാധാന്യം. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ നിങ്ങൾ നല്ലവനാണ്, പക്ഷേ അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് നടക്കാത്ത നിമിഷം നിങ്ങളാണ് മോശക്കാരൻ. അതുകൊണ്ട് നല്ലത് ചെയ്യുന്നത് ഒരിക്കലും നിർത്തരുത്. മനുഷ്യരുടെ പ്രശംസയ്ക്ക് വേണ്ടിയല്ല, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് നന്മ ചെയ്യേണ്ടത്. എല്ലാവർക്കും നിങ്ങളുടെ ഹൃദയം മനസ്സിലാകണമെന്നില്ല, എല്ലാവരും നിങ്ങളുടെ ത്യാഗത്തിന് വില കൊടുക്കണമെന്നുമില്ല. അള്ളാഹുവിന് വേണ്ടി ചെയ്ത ഓരോ നന്മയും ഒരിക്കലും പാഴാകില്ല. നിങ്ങളുടെ ഓരോ ആത്മാർത്ഥമായ ഉദ്ദേശവും ഓരോ നന്മയും, നിങ്ങൾ മിണ്ടാതെ സഹിച്ച ഓരോ വേദനയും അള്ളാഹു കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് നന്മയുള്ളതായിരിക്കട്ടെ, പക്ഷേ നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കാനും സ്വയം പഠിക്കണം. എപ്പോഴും നിങ്ങളെ തെറ്റിദ്ധരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് അല്പം അകലം പാലിക്കുന്നത് സ്വാർത്ഥതയല്ല, അതൊരു വിവേകമാണ്. ഓർക്കുക, എല്ലാവരുടെയും അംഗീകാരം നിങ്ങൾക്ക് ആവശ്യമില്ല. എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ അംഗീകാരം മാത്രം മതി. May Allah grant us sincerity in our actions, patience during hardships. Thank you.